ഉറക്കണം. ചെറിയ പ്രായത്തിലെ പല വീടുകളും 12:30, 11:30, 12 മണിയൊക്കെ ആയിട്ടും ലൈറ്റ് ഓഫ് ആവണില്ല, ഉറങ്ങണില്ല. കുട്ടികൾ ഇങ്ങനെ കളി തന്നെ. എന്നിട്ട് പിറ്റേന്ന് 8 മണി 9 മണി വരെ ഉറങ്ങുക. പേരിനൊരു വെക്കേഷൻ മദ്രസയും. ശനിയും ഞായറും മാത്രം കുട്ടികൾ മദ്രസയിൽ പോവുക. ബാക്കിയുള്ള ദിവസമൊക്കെ ഓന് ഉറങ്ങൽ തന്നെ. സത്യത്തിൽ ഈ രാവിലെ മദ്രസയിൽ പോവുക എന്ന് പറയുന്നത് മദ്രസന്റെ പ്രാധാന്യം മാത്രമല്ല, രാവിലെ എണീക്കുക എന്ന് പറയുന്ന ഒരു ബർക്കത്തും കൂടി കുട്ടികൾക്ക് കിട്ടണം. വെള്ളിയാഴ്ച ഓഫാണെങ്കിൽ തന്നെയും ആ സമയത്ത് കുട്ടികളെ ഉണർത്തണം. കും ബാക്കിറൻ നിം ബാക്കിറൻ, നേരത്തെ ഉറങ്ങുക, നേരത്തെ എഴുന്നേൽക്കുക. ഏർലി വൈക്കപ്പ് ഏർലി സ്ലീപ്പ്. നമ്മുടെ ഒക്കെ വീടുകളിൽ ഇപ്പൊ ദുരന്തമായിട്ടുള്ള ഒരു പ്രശ്നം, നേരത്തെ ഉറങ്ങൂല, വളരെ വൈകും. സുബീന് ശേഷം ഉറങ്ങുകയും ചെയ്യും. അതോടുകൂടി ബർക്കത്ത് നഷ്ടപ്പെടുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ബർക്കത്ത് കുറയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദുആ ഉണ്ടല്ലോ, എന്റെ ഉമ്മത്തിന് നീ പ്രഭാതത്തിൽ ബർക്കത്ത് ചെയ്യണേ അല്ലാഹ്. പ്രഭാതത്തിൽ ചെയ്യുന്ന കാര്യങ്ങളിൽ വലിയ ബർക്കത്തായിരിക്കും. സുബീന് ശേഷം ഉറങ്ങരുത്. നിങ്ങൾ ഉമ്മമാരോട് ചോദിച്ചാൽ മനസ്സിലാവും. ഔറാദുകളൊക്കെ ചൊല്ലി തീർത്ത്, ഖുർആനൊക്കെ ഓതി തീർന്ന്, വിർദുൽ ലത്തീഫും ദലായിൽ ഖൈറാത്തൊക്കെ ചൊല്ലി തീർത്ത് മൂപ്പര് അല്ലെങ്കിൽ ആ പെണ്ണുങ്ങള് അടുക്കളപ്പണിയും മുറ്റടിച്ചു വാരുന്നതൊക്കെ രാവിലെ തന്നെ തീർന്നാലുണ്ടല്ലോ, ഒരു 10 മണി 9:30 ആകുമ്പോഴേക്ക് ആ വീട്ടിലെ എല്ലാ പണിയും തീർന്നിട്ടുണ്ടാവും. നാസ്ത ആയിട്ടുണ്ടാവും മാത്രമല്ല, ഉച്ചക്കത്തെ ചോറും കറിയും വരെ ആയിക്കഴിഞ്ഞിട്ടുണ്ടാവും 9:30 10 മണി ആകുമ്പോഴേക്ക്. ഈ രാവിലെ ചെയ്യുന്ന കാര്യത്തിന് ഭയങ്കര ബർക്കത്തായിരിക്കും. ഇനി രാവിലെ തന്നെ ഉറങ്ങിക്കൂടി ഗൾഫിന്റെ കൾച്ചറൊക്കെ നാട്ടിലേക്ക് കൊണ്ടുവന്ന ആളാണെങ്കിൽ, ഗൾഫിൽ നിന്ന് വന്ന കുറേ സാധനങ്ങളാണ് കസേര നിസ്കാരം, രാവിലത്തെ ഉറക്ക്, പാതിര വരെ 12:30 വരെ ഇങ്ങനെ കുട്ടികളെയും കൊണ്ട് കളിപ്പിക്കുക. ഇതൊക്കെ ഗൾഫിൽ നിന്ന് ഏതാ ഫ്ലൈറ്റ് എന്ന് ഓർമ്മയില്ല, ആടുന്ന് കയറി വന്നതാ. പിന്നെ സാധാരണക്കാരെ ആലിമീങ്ങളെ വേഷം ധരിക്കലും ഗൾഫിൽ നിന്ന് വന്നതാ. ശരിക്കും നമ്മൾ ആലോചിക്കണം ഓരോന്നും. നമുക്ക് ഇസ്ലാം എന്താണോ പറഞ്ഞത് ആ റൂട്ടിനപ്പുറം നമ്മൾ സഞ്ചരിക്കരുത്. ഒരു റൂട്ടുണ്ട്, ആ റൂട്ടിനപ്പുറം നമ്മൾ സഞ്ചരിക്കാൻ പാടില്ല. രാവിലെ ഉറങ്ങി ഒരു 9:30 10 മണിക്ക് അടുക്കള പണിക്കും വീട്ടുജോലിയിലും ഇടപെട്ട സ്ത്രീയാണെങ്കിൽ ഉച്ച 3:30 4 മണിയായാലും പറയും, അടുക്കളപ്പണി എടുത്തിട്ട് നടുവൊടിഞ്ഞ എത്ര കാലാന്ന് റബ്ബേ. ഒരിക്കലും ഒന്നും പൂർത്തിയാവില്ല. ഒരു എഞ്ചിനീയർ അയാൾ രാവിലെ തന്നെ മൂപ്പരുടെ 5 സൈറ്റിൽ പോയി വന്ന് ഒരു 11 മണിയാകുമ്പോൾ വീട്ടിലെത്തിയിട്ട് പറയും, ഇന്നത്തെ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞു? എല്ലാം കഴിഞ്ഞു. ഒരു 10 10:30 11 മണിയാകുമ്പോൾ എല്ലാം കഴിഞ്ഞിട്ടുണ്ടാവും. ഉറങ്ങി ഒരു 8:30 9:00 10 മണിക്ക് എണീറ്റിട്ടാണ് പോയതെങ്കിൽ മഗ്‌രിബിനും 3ാമത്തെ സൈറ്റിലുണ്ട് അത്രേ, ഇനിയും 2 സൈറ്റിൽ പോകുന്നത്, അത് പെൻഡിങ്ങിലാണ്, നാളെ പോവാം. കണ്ടോ, എന്റെ ഉമ്മത്തിന് രാവിലെ ബർക്കത്ത് ചെയ്തു എന്ന് പറഞ്ഞത് നുബുവത്തിന്റെ ചുണ്ടോണ്ട, റസൂലുള്ള പറഞ്ഞതാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതൊരു ബർക്കത്താ. വളരെ വിശദമായി ഇമാം നവവി റഹിമഹുള്ളയുടെ റൂസുൽ മസാഇൽ എന്ന കിതാബിലുണ്ട്. അതിൽ പറയുന്നതാണ്, എടോ രാവിലെ വല്ലാത്ത ബർക്കത്തുള്ള സമയമാണ്, അതുകൊണ്ട് രാവിലെ നമുക്ക് എപ്പോഴും എൻഗേജ് ആയിരിക്കണം ഇബാദത്തുകൾ കൊണ്ട്. ഉറങ്ങല് മാത്രല്ല ബർക്കത്ത് കുറയുന്ന കാര്യം. ചിലയാള് സൂര്യൻ ഉദിക്കുന്നവരെ ഉറങ്ങരുത് എന്ന് ഏതെങ്കിലും ഉസ്താദിന്റെ ക്ലാസ്സിലോ ദർസിലോ കേട്ടതുകൊണ്ട് ഉറങ്ങാണ്ട് മൊബൈലിൽ ഇങ്ങനെ യൂട്യൂബ് നോക്കിയിട്ടിരിക്കും. അതും ബർക്കത്ത് കുറയുന്ന കാര്യം തന്നെ. അവിടെ ഹൈറാത്ത് കൊണ്ട് എൻഗേജ് ആവണം. ഖുർആൻ ഓതുക. ഇന്ന് രാവിലെ ഒരാളെ ഞാൻ പരിചയപ്പെട്ടപ്പോൾ അയാൾ പറഞ്ഞു, ഉസ്താദേ മൂപ്പര് ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് മൂപ്പര് മാസത്തിൽ ഒരു ഖത്ം ഓതി തീർക്കും. മാസത്തിൽ ഒരു ഖത്ം ഓതി തീർക്കും. മൂപ്പര് പറയാ, അത് സിമ്പിൾ ആയിട്ടാണ് എനിക്ക് തോന്നിയത്. കാരണം സുബഹിസ്കാരം കഴിഞ്ഞിട്ട് പള്ളിയിൽ നിന്ന് ഒരു ജുസ് ഓതും. ഒരു ജുസ് ഓതാ ആകെ കുറഞ്ഞ സമയമല്ലേ കൊണ്ടുള്ളൂ. എല്ലാ ദിവസവും ഓരോ ജുസ് ഓതി 30 ദിവസം കൊണ്ട് ഒരു ഖത്ത് ഓതി തരും. ഇനി എപ്പോഴെങ്കിലും ജുസുകൾ ഇങ്ങനെ പെൻഡിങ്ങിലായാൽ ഞാനിങ്ങനെ ഒന്ന് കാത്തുക്കും. ആരെ? ഓറെ തന്നെ ഓർ കാത്തുക്കും. എങ്ങനെയുണ്ട് നോക്കാൻ. സമരമാണ് ജീവിതം. എങ്ങനെയുണ്ട്
അറബി മാസം 27 വരെ മൂപ്പര് മേക്കപ്പ് ചെയ്ത് പോകുന്നില്ല. 27 20 ജുസ് തീർന്നിട്ട് എങ്കിൽ 27 അന്ന് ഇരുന്നിട്ട് വേറെ വാർത്താനില്ല, അന്ന് ഖത്തം തീർക്കും, 3 ദിവസം ഫ്രീ ആയിരിക്കും. എന്താ രസം കേൾക്കാൻ. ഒരു സാധാരണക്കാരനായ ഒരാൾ ഈ അടുത്ത് കുറച്ചു കാലം മുമ്പ് അയാളുടെ ബൈക്കിൽ ഞാൻ കുറച്ചപ്പുറത്തുള്ള ഒരു 2 സ്റ്റോപ്പ് അപ്പുറത്തുള്ള ഒരു സ്ഥലത്തേക്ക് പോയി. അപ്പൊ അയാള് മഗ്‌രിബ് ബാങ്ക് കൊടുക്കുമ്പോൾ വണ്ടി ഇങ്ങനെ നിർത്തി. അപ്പൊ ഞാൻ കരുതി ടൗൺ പള്ളിയിൽ അവിടെ നിസ്കരിക്കാൻ കയറാനായിരിക്കും. എനിക്ക് ഒരു സ്റ്റോപ്പ് അപ്പുറത്തുള്ള സ്ഥലത്താണ് എത്തേണ്ടത്. അവിടെ മഗ്‌രിബിന് ഞാൻ എത്തല് നിർബന്ധമാണ്. കാരണം ഏറ്റവും ചുരുങ്ങിയത് മസ്ബൂക്കായിട്ട് എങ്കിലും എത്തിയാലേ കുട്ടികൾ ഉസ്താദ് വന്നിന് ഇന്ന് ക്ലാസ് ഉണ്ട് എന്ന് അവർക്ക് മനസ്സിലാവുള്ളൂ. അതുകൊണ്ട് എത്തണം. അപ്പൊ ഇയാൾ ഇവിടെ നിർത്തിയപ്പോ എനിക്കൊരു ശങ്കാശങ്ക. ഒന്നപ്പുറത്തെത്തിയാൽ അവിടെ നമുക്ക് ജമാഅത്തിന് പങ്കെടുക്കാം. അപ്പോഴേക്കാണ് അയാൾ ഇങ്ങനെ കൈ നീട്ടിയിട്ട് ഒരു ഈത്തപ്പഴം തരുന്നത്. ഞാൻ ഇങ്ങനെ നോക്കുമ്പോൾ അയാൾ ഈത്തപ്പഴം തിന്നുന്നുണ്ട്. അപ്പൊ അയാൾ സുന്നത്തോമ്പ് വരണം. അപ്പൊ എനിക്ക് അയാളോടൊരു, നിലവിൽ മൂപ്പര് നല്ല മനുഷ്യരാണ്, അതോടൊപ്പം നമ്മൾ ഐനുൽ യഖീന് നേരിട്ട് കണ്ടതുകൊണ്ട് ഒരു ഇഷ്ടം കൂടി. അപ്പൊ ഞാൻ അയാളോട് ഇങ്ങനെ ഓരോ കാര്യം ചോദിക്കുമ്പോൾ അയാളുടെ ജീവിത സ്റ്റൈൽ എന്താണെന്നറിയോ? സാധാരണ ഒരു നാട് ചെക്കന്ന്, ഒരു ആലിമല്ല, മദ്രസ പോലും സാധാരണ ചെറുക്കൻ. അയാളെ പ്രത്യേകത എന്താ പറയാ? കല്യാണമൊക്കെ കഴിച്ചു. അയാളെ പ്രത്യേകത, ഇന്ന് അറബി മാസം എത്രയാണെന്ന് അയാൾക്ക് വേഗം കിട്ടും. ഇന്നത്ര അറബി മാസം? ദുൽഹിജ്ജ 16. ഇന്നത്ര അറബി മാസം? റബീഉൽ അവ്വൽ 8. ഇന്നത്ര? ദുൽഖഅദ് 3. അങ്ങനെ മൂപ്പർക്ക് കിട്ടുന്നല്ലോ. അറബി മാസം ഏതാണോ ഡേറ്റ് ആ എണ്ണത്തിന്റെ ജുസ് മൂപ്പര് ഓതി തീർക്കും. ഇന്ന് മുഹറം 13 ആണെങ്കിൽ 13-ാം ജുസ് ഓതി തീർന്നിട്ടുണ്ടാവും രാവിലെ തന്നെ. ഇന്ന് റബീഉൽ അവ്വൽ 23 ആണെങ്കിൽ 23-ാം ജുസ് ഓതി തീർന്നിട്ടുണ്ടാവും. എന്താ രസം! എത്ര മനുഷ്യന്മാരുണ്ടെന്ന് ഇങ്ങനെ. നമ്മൾ ആരും വിധി എഴുതാനൊന്നും പോകരുത് കേട്ടോ. ഓരോരുത്തർക്ക് അള്ളയായിട്ട് നല്ല കോണ്ടാക്ട് ഉണ്ട്. ചിലപ്പോ ഒരേ കയ്യിൽ കൗണ്ടർ ഉണ്ടായിക്കൊള്ളുന്നില്ല, ഒരു ഹൃദയത്തില് അള്ളഹാനോട് എന്തൊക്കെയോ പറയണ്ടാവും. ഓട്ടോ ഡ്രൈവറായിട്ട് ഇങ്ങനെ പോയി കേക്ക് ഇങ്ങനെ താമ്പ് കെട്ടി ഇങ്ങനെ പാതിരാക്ക് പൊട്ടിക്കാരന് ദ്വാരക്കും. നാളെ അത് കുട്ടീൻ്റെ പരീക്ഷ ഫീസ് കൊടുക്കേണ്ട ലാസ്റ്റ് ഡേറ്റ്. പിന്നെ മറ്റോനാടെ കോളേജിൽ ചേർത്തിട്ടുള്ള ഫീസ് അഡ്മിഷൻ കൊടുത്തിട്ടില്ല. ഈ ഓട്ടോ ഓടിച്ചിട്ട് ഞാൻ എവിടെ എത്തേണ്ട റബ്ബേ? എനിക്കാണെങ്കിൽ 2 അറ്റം മുട്ടിക്കാൻ കഴിയുന്നില്ല. ഭാര്യൻ്റെ 3 പ്രസവവും ഓപ്പറേഷനും. പരീക്ഷണം എന്നൊന്നും ഞാൻ എന്നോട് പറയൂല. അതൊക്കെ ഇഷ്ടം കൊണ്ട് നീ എനിക്ക് തരുന്നതായിരിക്കും. എൻ്റെ ജീവിതം ഒന്ന് മുട്ടിച്ച് ഒന്ന് നല്ല കഴിച്ചലാക്കി തന്ന് എനിക്കൊന്ന് റാഹത്തുള്ള ജീവിതം തരണേന്ന് ആ കണ്ണീരൊൽപ്പിച്ച മനുഷ്യന്റെ ദുആ എങ്ങനെ അള്ളാഹ് സ്വീകരിക്കാണ്ടിരിക്കുക? പച്ച മനുഷ്യന്മാരായിരിക്കും. ഒരാൾ ബസ്സിൽ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ ഒരു പെൺകുട്ടി വന്ന് അടുത്തുള്ള സീറ്റിൽ ഇരുന്നു. ആ പെൺകുട്ടി വസ്ത്രത്തിലൊന്നും ഒരു ശരിയില്ല, ഒരു ശരിക്കേടുണ്ട് എന്ന് ഇയാൾക്ക് തോന്നി. അത്ര ഇയാൾ തന്നെ അനുഭവം പറയാ, ശരിക്കേടുണ്ട് എന്ന് തോന്നി. വസ്ത്രമൊന്നും മര്യാദയ്ക്ക് ധരിച്ചിട്ടില്ലേ എന്നുള്ളിടത്തോളം. രാത്രിയാണ് സഞ്ചാരം. ഇയാളിങ്ങനെ ഉറക്കച്ചടവിൽ ഇങ്ങനെ ഉറങ്ങി. പെട്ടെന്ന് ഉറക്കത്തു നിന്ന് നെട്ടിയപ്പോൾ മൊബൈൽ ടോർച്ച് ഇങ്ങനെ കത്തിച്ചിട്ട് ആ പെൺകുട്ടി ബാഗിലുള്ള ചെറിയ ഖുർആൻ എടുത്തിട്ട് സ്കാർഫ് ഇങ്ങനെ ചുറ്റിയിട്ട് ഓതുക. 1:30 2 മണിക്ക്. ആരെയും വിധി എഴുതാൻ പോകരുത്. നമ്മൾ ട്രെയിനിൽ ഇറങ്ങുമ്പോൾ പരിപാടിയുടെ സ്ഥലത്തേക്ക് എത്തിക്കാൻ കാറുണ്ടാവും, നല്ല ഭക്ഷണം തരാൻ ആജിയന്മാരുണ്ടാവും, നല്ല ഹദിയകൾ ആൾക്കാർ തരും. നമ്മളെ മുന്നിലിരിക്കുന്ന ആളുടെ മൂക്കിന്ന് ഒലിക്കുന്നുണ്ടാവും, വായിന്ന് ഒലിക്കുന്നുണ്ടാവും. അവരൊക്കെ ഹൈ ലെവൽ ദർജയായിരിക്കും അള്ളാൻ്റെ അടുത്ത്. ആരെയും വിധി എഴുതാൻ പോകരുത്. നമ്മൾ ഒരാളെ പ്രായമുള്ള ഒരാളെ കണ്ടാല് നമ്മൾ എന്താ ചിന്തിക്കേണ്ടത്? ഇയാൾ എന്നേക്കാൾ എത്ര സുജൂദ് അള്ളാഹ്ക്ക് ചെയ്തിട്ടുണ്ട് എന്ന്. നമ്മളെക്കാൾ പ്രായം കുറഞ്ഞാളെ കണ്ടാൽ എന്താ ചിന്തിക്കേണ്ടത്? എൻ്റെ അത്ര തെറ്റ് മൂപ്പര് ചെയ്തിട്ടില്ലല്ലോ എന്ന്. കണ്ടോ? ഇങ്ങനെ ആരെ കണ്ടാലും നമ്മുടെ അതേ പ്രായത്തിലുള്ള ആളെ കണ്ടാൽ ചിന്തിക്കേണ്ടത് ഇയാൾ സ്വർഗത്തിലും ഞാൻ നരകത്തിലും ആയാലോ എന്ന്. ഒരു നായനെ കണ്ടാൽ ചിന്തിക്കേണ്ടത് ഈ നായ ഏതായാലും നരകത്തിൽ പോയില്ല എന്ന് ഉറപ്പല്ലേ എന്ന്. നമുക്ക് ആ ഉറപ്പുണ്ടോ? നമ്മൾ ആരെക്കാളും മേലെ കയറരുത്. അങ്ങനെ കയറുമ്പോഴാണ് നെഞ്ചിന് കുറച്ച് വീതി കൂടുതൽ ഉണ്ടാവുന്നത്. നോട്ടീസിൽ എൻ്റെ പേര് വരണം, സ്വാഗതത്തിൽ എന്നെ പറ്റിയിട്ട് പറഞ്ഞത് കുറച്ച് കുറഞ്ഞു പോയി എന്നൊക്കെ തോന്നണത്. ഇതിനു വേണ്ടിയിട്ടാണല്ലോ ഇപ്പോഴത്തെ സംഭാവന. ജീവിക്കുന്നതിന് അതിനു വേണ്ടിയിട്ടല്ലേ അല്ലേ?
സിദ്ദീഖ് റളിയല്ലാഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, മാ നഫഅനി മാലു ഖത്തു മാ നഫഅനി മാലു അബൂബക്കർ. അബൂബക്കറിന്റെ സ്വത്ത് ഉപകാരപ്പെട്ട അത്ര എനിക്ക് ഒരാളുടെ സ്വത്തും ഈ ഭൂമിയിൽ ഉപകാരപ്പെട്ടിട്ടില്ല. അന്നേരം സിദ്ദീഖ് റളിയല്ലാഹു ഒറ്റ കരച്ചില്. ശരിക്കും സിദ്ദീഖ് റളിയല്ലാഹു ചിരിക്കലേ വേണ്ടി, സന്തോഷം കൊണ്ട് ഒറ്റ കരച്ചില്. എന്താ സിദ്ദീഖ് കരയണത്? എൻ്റെ അബൂബക്കറിന്റെ സ്വത്ത് എന്ന് പറയേണ്ടില്ലായിരുന്നു നബിയെ. അബൂബക്കറിന് അങ്ങനെ പ്രത്യേകിച്ച് സ്വത്തൊന്നുമില്ല. അബൂബക്കറിന്റെ സ്വത്തും അബൂബക്കറും തന്നെയും റസൂലുള്ളാഹിക്കുള്ളതല്ലേ, ഇഷ്ടംപോലെ പ്രവർത്തിക്കാലോ. എന്തിനാ അബൂബക്കർ എന്ന് പറഞ്ഞത്? നമ്മളെ നാട്ടിൽ അബൂബക്കർ ഹാജി കഴിഞ്ഞ കൊല്ലം 10,000 തന്നിട്ട് ഇക്കൊല്ലം തരാത്തത് അന്നത്തെ മജ്ലിസിൽ ആദരിക്കാത്തോണ്ട്, സ്റ്റേജുമേൽ കസേര ഇല്ലാത്തോണ്ട്, നോട്ടീസിൽ വെണ്ടക്കാക്ഷരത്തിൽ എഴുത്തില്ലാത്തോണ്ട്. നമ്മളും സിദ്ദീഖ് റളിയല്ലാഹു എന്താ ബന്ധം? തലക്കനം കുറച്ച് ഒഴിവാക്കുക. തലക്കനം ഞാൻ ബഹുമാനിക്കേണ്ട ആളാണ് എന്ന് ചിന്തിച്ചോണ്ടല്ലേ എന്നെ ബഹുമാനിച്ചിട്ടില്ല എന്ന് തോന്നുന്നത്. നമ്മൾ ആലോചിച്ച് നോക്കിയേ, ആഖിറത്തിൽ കോടിക്കണക്കിന് മനുഷ്യന്മാരിൽ ഏറ്റവും ഫസ്റ്റ് നരകത്തിലേക്ക് വിളിക്കുന്നത് നമ്മളെയാണെങ്കിലോ? അങ്ങനത്തെ നമ്മളെയാണോ ഈ നാട്ടുകാർ ബഹുമാനിക്കേണ്ടത്? ആണോ? നമ്മളൊരു ക്ലാസ്സിലേക്ക് കയറുമ്പോൾ സ്റ്റുഡൻസ് എണീറ്റുന്നു, നിഷ്കളങ്കരായ 1-ാം ക്ലാസ്സിലെ കുട്ടികൾ എണീറ്റുന്നു. അതുകൊണ്ട് എന്താ ഇപ്പോൾ കിട്ടിയത്? ആ കുട്ടികൾക്ക് ഉസ്താദിനെ കണ്ടാൽ എണീറ്റിക്കണം എന്നുള്ള സുന്നത്തിന്റെ കൂലി കിട്ടി. നമുക്കെന്തപ്പോ കിട്ടിയ? ആകെ നമ്മൾ ആരെയും വിധി എഴുതാൻ പോകരുത്. ഈമാൻ കിട്ടാത്ത ഒരാൾ, അയാളെ നിന്ദിക്കാൻ പറ്റുമോ? ഒരു അമുസ്ലിമിനെ ഗീബത്ത് പറയാൻ പറ്റുമോ ഇസ്ലാമിൽ? പാടില്ല, ഹറാമാണെന്ന് ഇബ്നു ഹജർ തങ്ങൾ പറഞ്ഞല്ലേ. ഒരാളെയും പറയാൻ പാടില്ല. യഥാർത്ഥ മുസ്ലിം എന്ന് പറഞ്ഞാൽ ആരാ? നിസ്കാരത്തേമ്പ് ഉണ്ടാവുക എന്നാണോ മുസ്ലിമിന്റെ അടയാളം? കയ്യിൽ കൗണ്ടർ ഉണ്ടാവുക എന്നുള്ളതാണോ ഇസ്ലാമിന്റെ അടയാളം? എന്താ ഇസ്ലാം പറയണത്? അൽ മുസ്ലിമു മൻ സലിമൻ നാസു മിൻ ലിസാനിഹി വയദിഹി. ഒരാളെ യഥാർത്ഥ മുസ്ലിം ആകുന്നത് ഏതു മനുഷ്യനും അയാളിൽ നിന്ന് നിർഭയത്വം ഉണ്ടാവണം. അയാളുടെ കൈ കൊണ്ടോ നാവ് കൊണ്ടോ ഒരു ഉപദ്രവവും ഒരു മനുഷ്യനും, അത് മതം ഉള്ള ആളാവട്ടെ ഇല്ലാത്ത ആളാവട്ടെ, യുക്തിവാദിയാവട്ടെ മതമുള്ള ആളാവട്ടെ, ഏത് മനുഷ്യനായാലും അവനെ കൊണ്ട് ഒരു ഉപദ്രവവും ആർക്കും ഇല്ലെങ്കിൽ അയാൾ മുഅ്മിനാണ്. അതാണ് റംലി ഇമാമിന്റെ വാപ്പ വഫാത്തായപ്പോൾ റംലി ഇമാം പറഞ്ഞല്ലോ, എൻ്റെ വാപ്പ വഫാത്തായിട്ടുണ്ട്, നിങ്ങളെല്ലാവരും ജനാസസ്കരിക്കാൻ വരണം. എൻ്റെ വാപ്പാന്റെ പ്രത്യേകത, വാപ്പ ജീവിതത്തിൽ ഒരാളെയും ഒരു ബുദ്ധിമുട്ടിലും ഒരാളെയും ഒരു നിലക്കും ബുദ്ധിമുട്ടിക്കാത്ത ആളാണ്. അങ്ങനെ സർട്ടിഫിക്കറ്റ് നമ്മളൊക്കെ വാങ്ങിയിട്ട് ഖബറിലേക്ക് പോകണം. നമ്മളെക്കുറിച്ച് ഒരാളും പരാതി പറയുന്ന ഒരവസ്ഥ ഉണ്ടാവരുത്. അത് മനുഷ്യൻ മാത്രമല്ല, പൂച്ചനെ കെട്ടിയിട്ടതിൻ്റെ പേരിൽ നരകത്തിൽ പോയിട്ടില്ലേ ഒരു പെണ്ണ്? നായക്ക് വെള്ളം കൊടുത്ത പെണ്ണ് സ്വർഗത്തിലെത്തിയിട്ടില്ലേ? വഴി യാത്രക്കാർക്കെല്ലാം തടസ്സമാകുന്ന മരത്തിന്റെ ഒരു കൊമ്പ് വെട്ടിയതിന്റെ പേരിൽ ഒരാൾക്ക് ദോഷം പുറത്തു കൊടുത്തില്ലേ അള്ളാഹു? ഇല്ലേ? അതുകൊണ്ടല്ലേ മഹാന്മാര് വീട്ടിൽ എലിയുടെ ശല്യം ഉണ്ടായപ്പോൾ ആരോ പറഞ്ഞു പൂച്ചനെ വാങ്ങിയാൽ മതി. പൂച്ചനെ വാങ്ങിയാൽ എലിയുടെ ശല്യം പോകും. അങ്ങനെ പോവുക? ഈ പൂച്ചനെ പേടിച്ചിട്ട് എലിയൊക്കെ പോകുന്നു. ഈ എലി എൻ്റെ അയൽവാസിയുടെ വീട്ടിലേക്കല്ലേ പോവുക, അപ്പൊ അവർക്ക് ശല്യാവൂലേ? വേണ്ട, ഞാൻ സഹിച്ചോളാം. കണ്ടോ അവരുടെ ഒക്കെ ജീവിതം കണ്ടോ? മാലിക് ബിൻ ദീനാർ റളിയല്ലാഹു അൻഹു, സഹ്ല ബിൻ അബ്ദുല്ലാഹി തുസ്തരി റളിയല്ലാഹു അൻഹു, അവരുടെ ഒക്കെ ചരിത്രത്തിൽ കാണാം അവരുടെ അയൽവാസി ഒരു അമുസ്ലിമായ സഹോദരനാണ്. അയാളെ സഹ്ല ബിൻ അബ്ദുല്ലാഹി തുസ്തരി തങ്ങൾ വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, ഞാൻ മരിക്കാറായി. നമ്മൾ 10 കൊല്ലം ആയല്ലോ അയൽപക്ക ബന്ധമായിട്ട് മുന്നോട്ട് പോണത്. നിന്റെ വീട്ടിലെ ടോയ്ലറ്റിലെ പുറത്തേക്ക് ഒഴുകുന്ന ദുർഗന്ധം വമിക്കുന്ന ആ വെള്ളം ഒഴുകുന്ന പൈപ്പ് പൊട്ടിയിട്ടുണ്ടായിരുന്നു. 10 കൊല്ലായിട്ട് ഞാൻ ഈ കൈകൊണ്ട് തന്നെയാണ് വൃത്തിയാക്കണത്. അതിലെനിക്ക് പരിഭവമൊന്നുമില്ല. പിന്നെ ഇപ്പം വിളിച്ചത് ഞാൻ മരിക്കാറായി, ഇനി ആ പൈപ്പ് ശരിയാക്കണം. എന്തിനെന്ന് വെച്ചാല് ഇനി എൻ്റെ വീട്ടിൽ എൻ്റെ ശേഷം ആരാ താമസിക്കലെന്ന് പറയണില്ല.
അവർക്കത് ബുദ്ധിമുട്ടാവും. പിന്നെ അവരുടെ ബുദ്ധിമുട്ട് നിങ്ങൾക്ക് കൂടി പ്രയാസമായാൽ എൻ്റെ ജീവിതകാലത്ത് നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടുണ്ടായില്ല എന്നതുപോലെ തന്നെ എൻ്റെ മരണശേഷം നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാവരുത് എന്നത് കേൾക്കുമ്പോൾ അയാൾ കരഞ്ഞിട്ട് ഇസ്ലാമിലേക്ക് വരുന്ന ചരിത്രമുണ്ട് കിതാബിൽ. ഇതാ ഒറിജിനൽ ഇസ്ലാമും. ഉഗ്രവാദവും തീവ്രവാദവും അതിൻ്റെ വിഷപ്പാമ്പല്ല ഇസ്ലാം. ഇസ്ലാം സ്നേഹത്തിൻ്റെ മതമാണ്. അത് നമ്മൾ ജീവിച്ച് കാണിച്ചു കൊടുക്കണം. നമ്മളെ മക്കൾക്ക് അത് പഠിപ്പിച്ചു കൊടുക്കണം. ഞാൻ എൻ്റെ വിഷയത്തിലേക്ക് തന്നെ തിരിച്ചു വരികയാണ്. രാവിലെ നേരത്തെ എഴുന്നേൽക്കുന്ന ശീലം മക്കളിൽ രൂപപ്പെടുത്തണം. രാത്രി നേരത്തെ ഉറങ്ങുന്ന സ്വഭാവം നമ്മളിലെ മക്കളിൽ ഉണ്ടാക്കണം. ഇന്നത്തെ വയല് കഴിഞ്ഞിട്ട് പോകുമ്പോൾ നല്ല വയലിട്ട രണ്ടും ഉസ്താദിന്റെ ഇൻഷാ അല്ലാഹ്. ഞാൻ പറഞ്ഞു വന്നത്, നമ്മൾ ഇന്നത്തെ വയല് കഴിഞ്ഞ് പോകുമ്പോൾ നമ്മൾ എടുക്കേണ്ട പ്രധാനപ്പെട്ട ഒരു തീരുമാനം, എൻ്റെ വീട്ടിൽ നേരത്തെ ഉറങ്ങുന്ന സ്റ്റൈല് രൂപപ്പെടുത്തുന്ന. നിങ്ങൾ ഏത് മതത്തിൻ്റെ വേദഗ്രന്ഥങ്ങൾ എടുത്ത് പരിശോധിച്ചാലും ഏത് പണ്ഡിതന്മാർ, അതത് മതത്തിലെ പണ്ഡിതന്മാരുണ്ടാവല്ലോ, അവരോടൊക്കെ ചോദിച്ചാൽ അവർ പറയും നേരത്തെ ഉണരുന്നതാണ് ആരോഗ്യത്തിന് നല്ലത്. അതെ, നേരത്തെ ഉണരണം നമ്മളെ വീട്ടുകാർ. അബൂ യസീദുൽ ബിസ്താമി റളിയല്ലാഹു അൻഹുവിന്റെ ജീവിതം പറയുന്നിടത്ത് കാണാം, ഉപ്പ നേരത്തെ ഉണരും. അപ്പോൾ 10 വയസ്സാകുന്നതിന് മുമ്പ് തന്നെ അബൂ യസീദ് റളിയല്ലാഹു അൻഹു തഹജ്ജുദ് നിസ്കാരം തുടങ്ങി ഉപ്പാനെ കണ്ടിട്ട്. ഇത് മദ്രസയിലേക്ക് പോകേണ്ട കുട്ടി 6:30 ഉണരുന്ന സമയത്താണ് ചെറുപ്പക്കാരനായി ഉപ്പ ചുരുണ്ട് ഉറങ്ങുന്നത് കണ്ടാൽ ബാക്കി പറയാതെ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലേ ഇനി ആ കുട്ടി എന്താവല്. നമ്മൾ എന്ന ഒറിജിനൽ കോപ്പിയുടെ ഫോട്ടോസ്റ്റാറ്റ് ആയിരിക്കും മക്കൾ. ചെറുപ്പക്കാരനായ വാപ്പ IPL-ന്റെ, കോപ്പ അമേരിക്കന്റെ, യൂറോ കപ്പിന്റെ ആളാണെങ്കിൽ ഓൻ എന്തെങ്കിലും ഒരു കപ്പായി മാറും. ഈ ഉപ്പ അർജന്റീനിയൻ ഫാൻസ് ആണെങ്കിൽ ഏറ്റവും ചുരുക്കുന്നത് മോന് ഫ്രാൻസ് എങ്കിലും ആയിട്ടെങ്കിൽ മോശമല്ലേ? അല്ലേ? മോശമല്ലേ? റണ്ണേഴ്സപ്പെങ്കിലും ആണ്ടേ? അല്ലെങ്കിൽ മോശമല്ലേ? നിങ്ങളെന്താ പറഞ്ഞ? മദ്രസി പഠിപ്പിക്കുക, സ്കൂൾ പഠിപ്പിക്കുക, ഡ്യൂട്ടി കഴിയോ? ഫീസ് കൊടുക്കലോടുകൂടി, പുസ്തകം വാങ്ങിക്കൊടുക്കലോടുകൂടി? നോ. അദബ് പഠിപ്പിക്കണം. ഉപ്പിയുമ്മി നേരത്തെ ഉറങ്ങുന്ന ശീലമുണ്ടായാൽ കുട്ടികളും അങ്ങനെ ഉറങ്ങും. രണ്ടാമത്തത്, അദബ് പഠിപ്പിക്കണം എന്ന് പറയുന്നിടത്ത് തന്നെ ഗസാലി ഇമാം റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഭക്ഷണ സമയത്തുള്ള മര്യാദകൾ കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കണം. മോന് ബിസ്മി ഇല്ലയോ? ചെല്ലിയോ? ഉപ്പ കേട്ടിട്ടില്ലല്ലോ. അൽഹംദുലില്ലാഹ്, നല്ല മോൻ. വലത് കൈ കൊണ്ടാണല്ലോ കുടിക്കേണ്ടത്. ഇതെന്താ ഡിസ്പോസിബിൾ ഗ്ലാസ് ആയിട്ട് പോലും നീ ഇടത്തേക്ക് കൊണ്ട് കുടിക്കണത്? തിരുത്തി കൊടുക്കുക. അത് കുട്ടികൾക്ക് മാത്രമല്ല, ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഭക്ഷണത്തിന്റെ മര്യാദകൾ എവിടെയെങ്കിലും വീഴ്ച വരുന്നുണ്ടെങ്കിൽ അവർക്ക് അത് തിരുത്തി കൊടുക്കൽ സുന്നത്ത. ഹബീബി, വലത്തേക്ക് കൊണ്ട് കുടിച്ചാല് നന്നായി. കറി ഗ്ലാസ്സിനായിട്ട് കറിയുടെ കറ കഴുകാൻ ആളില്ല എന്നാണെങ്കിൽ വാഷ് ബേസുണ്ട്, എൻ്റെ ഭാര്യയുണ്ട്, 3 പെൺകുട്ടികളുണ്ട്, ഇഷ്ടം പോലെ വെള്ളമുണ്ട്, നോ പ്രോബ്ലം, ധൈര്യമായിട്ട് കറിയോടുകൂടി തന്നെ കുടിച്ചോളിയേ എന്ന് പറഞ്ഞാൽ അവന് മേലാലെടുത്തേക്ക് കൊണ്ട് കുടിക്കൂല. 2 കൈയും കഴുകണം ഭക്ഷണത്തിന് മുമ്പ്. ഭക്ഷണത്തിന് ശേഷവും ഭക്ഷണത്തിന് മുമ്പും 2 കൈയും കഴുകുന്ന ശീലമുള്ള ആൾക്ക് വലിയ ബർക്കത്തുണ്ടാകുമെന്ന് ഇഹിയ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അതിന് ഉപ്പ കഴുകണം 2 കൈയും. ഉപ്പ കഴുകിയിട്ടാന്ന് ഈ മോനിക്ക് ഉറപ്പാ. എന്തുകൊണ്ട്? കല്യാണ പന്തലിൽ ഭക്ഷണം കഴിച്ചിട്ട് ചെറുപ്പക്കാരനായ വാപ്പ ചോദിക്കുന്നുണ്ട്, വാഷ് ബേസ് എടുത്തോന്ന്. അന്നേരം തന്നെ മനസ്സിലാവൂലേ ഉടായിപ്പ്, ഇവൻ നേരത്തെ കൈ കഴുകിയിട്ടില്ല. അപ്പൊ നേരത്തെ കഴുകിയിട്ടില്ലേ? പിന്നെ തിരക്കും, പിന്നെ കല്യാണം കുറേ ആളുമായതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് പോകാനുണ്ട്, പിന്നെ ഇന്ന് ഞാൻ നാസ്ത കഴിക്കാണ്ട് ഇവിടെ വന്ന എന്നെ ഫുഡ് ജമ്മും കസറാക്കി അങ്ങനെ അടിച്ച് ചാമ്പ കൈയൊന്നും കഴുകാൻ നേരം കിട്ടിയിട്ടില്ല. ഇനി ഈ മോൻ എങ്ങനെ നന്നാവലും? അപ്പൊ വേറൊരു ഉടായിപ്പ് മറുപടി, എന്തേ കൈ കഴുകിയ ഉസ്താദ് എങ്ങനെ? അവിടെ കുടിക്കാൻ കൊണ്ടുവച്ച ജഗ്ഗിലുള്ള വെള്ളം കൊണ്ട് ഞാൻ എവിടെ പോയി നിങ്ങൾക്ക് മനസ്സിലായില്ല? ഇപ്പൊ കഴുകാന് ജീരക വെള്ളം കൊണ്ടും കരിങ്ങാല് വെള്ളം കൊണ്ടൊന്നും കൈ കഴുകിയ സുന്നത്തിട്ടൂല. ഒന്നോടുക്കാൻ പറ്റുന്ന വെള്ളം കൊണ്ടാ കൈ കഴുകേണ്ടത്. ഐസ്ക്രീം കൊണ്ടും സവനപ്പുണ്ടാ കൈ കഴുകല്. ഇതൊക്കെ
ഉപ്പാനെ കണ്ടിട്ട് പഠിക്കണം, ഉമ്മാനെ കണ്ടിട്ട് മക്കൾ പഠിക്കണം. ഒക്കെ പഠിപ്പിച്ചു കൊടുക്കുക. ഷെയർ ചെയ്യാൻ പഠിപ്പിക്കണം മക്കൾക്ക്. ഒരു ചോക്ലേറ്റ് കിട്ടി കുട്ടിക്ക്, അപ്പൊ നമ്മൾ കൊടുക്കുമ്പോ തന്നെ പറയാ അനുജനും കൊടുക്കണം എന്ന്. അപ്പൊ നിങ്ങൾക്ക് തോന്നുന്നു ഞാൻ 2 എണ്ണം വാങ്ങിയിട്ട് വന്നാ പോരെ. 2 എണ്ണം വാങ്ങേണ്ട സന്ദർഭം ഉണ്ടാവും, വാങ്ങാം, പ്രശ്നമില്ല. നിങ്ങൾ എപ്പോഴും 2 പീസ് വാങ്ങരുത്, ഒന്നും വാങ്ങണം. എന്തിന്? ഓനിക്കും ജീവിതത്തിൽ ഷെയർ ചെയ്യണമെന്ന് പഠിപ്പിക്കണം. ഇല്ലാത്ത ആൾക്ക് കൊടുക്കണം എന്ന് ഭാവിയിൽ ഒരു പാരസ്പര്യ ബോധം ഉണ്ടാവണമെങ്കിൽ ബ്ലൂടൂത്ത് ഹെഡ്സെറ്റ് എന്നും റീൽസ് എന്നൊക്കെ ഒന്ന് ഇറങ്ങിയിട്ട് അവനവനിസത്തിന്റെ ലോകത്തുനിന്ന് പാരസ്പര്യ ലോകത്തേക്ക് എത്തണമെങ്കിൽ ചെറുപ്പത്തിൽ തന്നെ അനുജനും ചിക്കൻ്റെ പീസ് കൊടുക്കണം എന്ന് പഠിപ്പിച്ചു കൊടുക്കണം. നമ്മൾ ഒരു ചോക്ലേറ്റ് കൊടുക്കുക, എന്നിട്ട് പറയാ ഇത്താത്തക്കും അനുജനും കൊടുക്കണം, വലുതന്നെ ഉപ്പ വാങ്ങിയിട്ടുണ്ട്, മോൻ കൊടുക്കുമല്ലോ, ഇതാ അവർക്ക് കൊടുക്കണേന്ന് പറയാം. ഉപ്പ നോക്കുന്നില്ല എന്ന് അഭിനയിച്ചിട്ട് നോക്കുകയും വേണം. വെരി ഗുഡ്, നല്ല മോൻ. അല്ലാതെ എന്തല്ല, ഉപ്പ ചോക്ലേറ്റ് ഉണ്ടോ, ചോക്ലേറ്റ് ഉപ്പാൻ്റെ കീശയിലുണ്ട്, ഇപ്പം എടുത്താൽ ഇവിടെയുള്ള ജ്യേഷ്ഠൻ്റെ അനുജൻ്റെ മക്കൾക്ക് കൊടുക്കേണ്ടി വരും, ഇപ്പം എടുക്കേണ്ടതില്ല, ഇപ്പം വേണമെങ്കിൽ നിനക്ക് ഞാൻ തരാം, നീ ജീൻസ് കീശൻ്റെ വേക്കിലത്തെ കീശയിൽ ഇട്ടിട്ട് വേഗം മേലെ റൂമിൽ പോയിട്ട് ഡ്രസ്സ് ഇടുന്ന കൊട്ടൻ്റെ വേക്കിൽ നിന്നിട്ട് ഫുള്ള് തിന്നിട്ട് ടിഷ്യൂ കൊണ്ട് വായ തുടച്ചു കൊടുത്തിട്ട് വാ വയിലേഹ് തുർജഊൻ സദഖല്ലാഹ്. എന്താ നീ പറഞ്ഞതടാ ഹയവാന്? എത്തപ്പ പറഞ്ഞത്? എന്താ ഇപ്പം പറഞ്ഞത്? എന്താ ഇപ്പൊ ആ മോനോക്ക് പഠിപ്പിച്ചു കൊടുത്തത്? ആ മോനിക്ക് നിന്നിലൂടെ എന്താ ഇപ്പൊ കിട്ടിയത്? ആ കുട്ടി ഇനി അവനവനസത്തിലേക്ക് ഒതുങ്ങിക്കൂടും. പാവപ്പെട്ടവർക്ക് കൊടുക്കണമെന്നോ ചുറ്റുവട്ടത്തുള്ളവരെ കാണണമെന്നോ അവന്റെ ജീവിതത്തിൽ ഇനി ചിന്തിക്കൂല. അങ്ങനെയല്ല, 6 ചോക്ലേറ്റ് ഉപ്പ വാങ്ങിയതിന് എല്ലാവർക്കും നീ തന്നെ കൊടുക്കണം എന്നുണ്ടെങ്കിൽ അപ്പോൾ എനിക്ക് 2 എണ്ണം എടുക്കണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരിക്കെ തന്നെ ഇങ്ങനെ കൊടുക്കാന് അവനെ പഠിപ്പിക്കണം. എന്നാലേ പാരസ്പര്യ ബോധം ഉണ്ടാവുള്ളൂ. പലപ്പോഴും ഇപ്പോൾ ചാരിറ്റി ഫോർ ചാരിറ്റിയാണ്, ഫോട്ടോക്ക് വേണ്ടി ചാരിറ്റി. എൻ്റെ മോളെ കല്യാണം അടുത്താഴ്ച വരുന്നുണ്ട്, അതുകൊണ്ട് ഇപ്പം സഹായിച്ചാൽ അപ്പം ഇങ്ങോട്ടേക്ക് കിട്ടുമെന്ന ചാരിറ്റി. അങ്ങനെ ചാരിറ്റി ഫോർ ചാരിറ്റിയുടെ കാലത്ത് നിഷ്കളങ്കമായി ബാക്കിയുള്ളവർക്ക് ഷെയർ ചെയ്യാൻ കുട്ടികൾക്ക് ചെറുപ്പത്തിൽ പഠിപ്പിച്ചു കൊടുക്കുക. അതാ ഭക്ഷണത്തിൻ്റെ മര്യാദ, വസ്ത്രത്തിൻ്റെ മര്യാദകളും പഠിപ്പിച്ചു കൊടുക്കണം. ആണിന്റെ വേഷം പെണ്ണ് ധരിക്കരുത് എന്ന് നേരത്തെ കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കണം. ഈ കാലത്ത് അത് പ്രസക്താണല്ലോ. ഇങ്ങനെ ഓരോ സമയത്തുള്ള മര്യാദകൾ ഉപ്പയും ഉമ്മയും ശരിക്കങ്ങ് പഠിപ്പിച്ചു കൊടുത്താൽ ആ കുട്ടി നല്ല ശീലത്തിൽ അങ്ങ് വളരും.